കൂട്ടുകാരി, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠഭാഗമാണ്. വാക്ക് എന്ന പാഠഭാഗം. കുഞ്ഞുണ്ണി മാഷിൻ്റേതാണ് വാക്ക് എന്ന കഥ. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട് അല്ലേ? എന്താണ്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ശരിയാണ് അല്ലേ? നമ്മളെല്ലാം കേട്ട് വളർന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാചകമാണത് അല്ലേ? കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാഭാഗമാണ് വാക്ക് എന്ന കഥ. നമുക്ക് ആ കഥയിലേക്ക് മുറിഞ്ഞു കടന്നാലോ? അതിനു മുമ്പ് കുഞ്ഞുണ്ണി നായരെ കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട് അല്ലേ? കുഞ്ഞുണ്ണി നായർ 1927 ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ്. മലയാളത്തിൽ ഒരുപാട് ഹ്രസ്വ കവിതകൾ എഴുതുന്നതിൽ കുഞ്ഞുണ്ണി മാഷ് ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന ഭാഗത്തിൽ നിന്ന് എടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള വാക്ക് എന്ന പാഠഭാഗം. വാക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട് അല്ലേ? നമ്മൾ സാധാരണമെന്ന് വിചാരിക്കുന്ന ഈ വാക്ക് അത്ര നിസ്സാരമല്ല. ഇത്തരത്തിൽ വാക്കിൻ്റെ പൊരുൾ വളരെ മഹത്തരമാണ് എന്ന് തെളിയിക്കുന്ന പാഠഭാഗമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്ക് എന്ന പാഠഭാഗം. എന്നാൽ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ? ഒരു ആനക്കാരൻ്റെയും നമ്പൂതിരിയുടെയും കഥ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് ഈ കഥ ആരംഭിക്കുന്നത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആനപ്പുറത്ത് കയറിയിരുന്നു പോകുന്ന ആനക്കാരനോട് നമ്പൂതിരി ചോദിക്കുകയാണ്, ആനക്കാര, ഇത്തിരി ചുണ്ണാമ്പ് തരുമോ എന്ന്. ആനക്കാരന് ഒരല്പം കോപം വന്നെങ്കിലും ചുണ്ണാമ്പ് നമ്പൂതിരിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ചുണ്ണാമ്പ് കിട്ടിയപ്പോൾ നമ്പൂതിരിക്ക് മറ്റൊരു കൗതുകം തോന്നി. താൻ ചുണ്ണാമ്പ് ചോദിച്ചതെയും അതെടുത്ത് തന്ന സ്ഥിതിക്ക് താൻ ആനയെ ചോദിച്ചാലും അത് തനിക്ക് തരുമെന്ന് നമ്പൂതിരി കരുതി. അങ്ങനെ നമ്പൂതിരി ആനക്കാരൻ്റെ പുറകെ ചെന്ന്, ആനക്കാര, നിങ്ങളുടെ ആനയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ആനക്കാരനാകട്ടെ ഇത് കേട്ട് കലശലായ കോപമാണ് ഉണ്ടായത്. ആനക്കാരൻ കോപത്തോടെ ഒന്ന് നോക്കിയപ്പോൾ നമ്പൂതിരി പറഞ്ഞത്, വിഷമാണെങ്കിൽ ആനയെ തരണ്ട. ഞാൻ ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ തന്ന സ്ഥിതിക്ക് ആനയെ ചോദിച്ചാലും തരുമെന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത് എന്നാണ്. താങ്കൾക്ക് വിഷമമാണെങ്കിൽ ആനയെ തരണ്ട എന്നും നമ്പൂതിരി പറഞ്ഞു. അതോടൊപ്പം നമ്പൂതിരി പറഞ്ഞ ഒരു വാക്കുണ്ട്, ആയാലൊരാന പോയാലൊരു വാക്ക്. ഇങ്ങനെ കരുതിയാണത്രേ നമ്പൂതിരി ആനക്കാരനോട് ആ ആനയെ ചോദിച്ചത്. എന്താണ് ആ വാക്കുകൊണ്ട് നമ്പൂതിരി ഉദ്ദേശിച്ചത്? ആനയെ തരുമോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാകുന്നത് ഒരു വാക്ക് മാത്രമാണ്. എന്നാൽ കിട്ടിയാലോ ഒരാന തന്നെ ലഭിക്കും അല്ലേ? അങ്ങനെ കിട്ടിയാൽ ഒരാനയായി, അതല്ലെങ്കിൽ പോയാൽ ഒരു വാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്പൂതിരി ആനക്കാരനോട് തൻ്റെ ആനയെ ചോദിച്ചത്. ഇവിടെ നമ്പൂതിരി വാക്കിന് ഒരു വില കൽപ്പിക്കാതിരിക്കുന്നുണ്ട് അല്ലേ? പോയാലൊരു വാക്കല്ലേ എന്നാണ് നമ്പൂതിരി പറയുന്നത്. നമ്പൂതിരി പറയുന്നത് പോലെ വാക്കിന് അത്ര വിലയില്ലായ്മയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പാഠഭാഗത്തിൽ നമ്പൂതിരി പറയുന്നത് പോലെയല്ല അല്ലേ? വാക്കിന് അതിൻ്റേതായ ഒരു വിലയുണ്ട്. നമ്പൂതിരിയുടെയും ആനക്കാരൻ്റെയും ഈ കൊച്ചു കഥ പറഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ണി മാഷ് പിന്നീട് പറയുന്നത് വാക്കിനെക്കുറിച്ചുള്ള ചില സത്യങ്ങളാണ്. വാക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അതിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുമാണ് കുഞ്ഞുണ്ണി മാഷ് പിന്നീട് പറയുന്നത്. വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട് അല്ലേ?
നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ വാക്കും മുന്നിൽ നിൽക്കുന്ന ആളിൽ വ്യത്യസ്ത തരത്തിലുള്ള വികാരങ്ങളായിരിക്കും ഉണ്ടാക്കുക. ഇങ്ങനെ വാക്കിനെക്കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു വയ്ക്കാനാണ് കുഞ്ഞുണ്ണി മാഷ് ആനയും നമ്പൂതിരിയുമായുള്ള ഈ കഥ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ വാക്ക് പലവിധമുണ്ട് അല്ലേ? വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും നമുക്ക് സാധിക്കും. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഒരുപാട് സന്തോഷം പകരാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരാളുടെ വാക്ക് കേട്ട് സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ. ഇതുപോലെ സന്തോഷം മാത്രമല്ല, ചില സമയങ്ങളിൽ നമ്മളുടെ വാക്കുകൾ ആളുകളിൽ വിഷമവും ഉണ്ടാക്കാറുണ്ട്. നമ്മളുടെ വാക്കുമൂലം മുന്നിൽ നിൽക്കുന്ന ഒരാൾ വിഷമിക്കുക എന്നത് എത്ര സങ്കടകരമായ ഒരവസ്ഥയാണ് അല്ലേ? നിങ്ങളും ഇതുപോലെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് വിഷമിക്കാനോ സങ്കടപ്പെടാനോ ഉള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. സന്തോഷമുള്ള വാക്ക് കേൾക്കുന്നത് പോലെയല്ല, വിഷമമുള്ള വാക്ക് കേൾക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ ഒരുപാട് നോവിക്കും അല്ലേ? ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാക്കിന് അതിൻ്റേതായ ഒരു വിലയുണ്ട് അല്ലേ? നമ്പൂതിരി പറഞ്ഞ പോലെ വിലയില്ലാത്തതല്ലേ വാക്ക് എന്ന് കരുതാൻ നമുക്കാവുമോ? ഇല്ല അല്ലേ? വാക്കിന് അതിൻ്റേതായ വിലയുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലും കുഞ്ഞുണ്ണി മാഷ് വാക്കിനെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാക്കിനെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ചില ശൈലികളുണ്ട്. അത് നോക്കിയാലോ നമുക്ക്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നാക്കിൽ നിന്ന് വന്ന വാക്ക് നിഷ്ഫലമാവുകയില്ല ഒരിക്കലും. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പറയുന്ന വാക്ക് ഒരു കാലത്തും നിഷ്ഫലമാവുകയില്ല. പറയുന്ന വാക്കിന് എന്തെങ്കിലുമൊക്കെ പ്രതിഫലങ്ങൾ ഉണ്ടാകും. മറ്റൊരു ശൈലി, പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല എന്നതാണ്. നമ്മൾ പറഞ്ഞ വാക്ക് നമുക്ക് പിൻവലിക്കാനാവില്ല എന്നർത്ഥം. ഇതുപോലെ വാക്കിനെക്കുറിച്ച് നിങ്ങളും കുറേ ചൊല്ലുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ഓർത്ത് പറയാൻ നോക്കിയേ. വാക്കിനെക്കുറിച്ചുള്ള ചില ചൊല്ലുകൾ ഇങ്ങനെയാണ്: വാക്കു വാക്കാണെങ്കിൽ നോക്കൂ ദൂരെ, 1000 നേടാനും 1000 നശിക്കാനും വാക്ക് മതി. നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ നമ്മളിലുള്ളവ നശിച്ചു പോകാനും സാധിക്കും. മറ്റൊന്ന് നോക്കിയേ, വാക്കിന് വാക്കു വേണ്ട എന്ന് വെച്ചാൽ നല്ല വാക്കുകൾക്ക് പിന്നീട് വ്യാഖ്യാനം നൽകേണ്ട ആവശ്യമില്ല എന്നാണ്. അതുപോലെ ഒന്നാണ് വാക്കിനോളം തൂക്കമില്ല ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാക്കിനോളം തൂക്കമില്ല നമ്മളുടെ ഈ ഭൂമിക്ക് പോലും, അത്രമാത്രം വിലയുണ്ട് വാക്കിന് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ പറഞ്ഞത്? വാക്കിനെയും ഭൂമിയെയും കൂടി തൂക്കി നോക്കിയത് കൊണ്ടായിരിക്കുമോ അങ്ങനെ പറഞ്ഞത്? അല്ല അല്ലേ? വാക്കിന് വളരെയധികം മൂല്യമുണ്ട് എന്നറിയിക്കാനാണ് വാക്കിന് ഭൂമിയേക്കാൾ തൂക്കമുണ്ട് എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. ഇങ്ങനെ വാക്കിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്ന് ഓർത്ത് നോക്കിയാലോ? ആദ്യം നമ്മൾ കേട്ടത് കുഞ്ഞുണ്ണി മാഷ് പരിചയപ്പെടുത്തിയ ആനക്കാരൻ്റെയും നമ്പൂതിരിയുടെയും കഥയായിരുന്നു. നമ്പൂതിരിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വാക്കിന് വിലയില്ല എന്ന ധാരണയായിരുന്നു നമ്പൂതിരിയുടേത്. കുഞ്ഞുണ്ണി മാഷ് അതിന് വിശദമായി പറഞ്ഞു തരികയും വാക്കിനെക്കുറിച്ചുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു അല്ലേ? ഇത് മാത്രമല്ലാതെ വാക്കുമായി ബന്ധപ്പെട്ട നിരവധി പഴഞ്ചൊല്ലുകളും മലയാളത്തിലുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, വാക്കുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുള്ള നിരവധി പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതി വരിക. അപ്പോൾ ഇന്ന് പഠിച്ച കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്ക് എന്ന പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.